ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരങ്ങളിൽ ചായൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നാടൻ പലഹാരമായ സുഖിയൻ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണിത് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ പുറത്തുനിന്ന് സുഖിയൻ കഴിക്കുമ്പോൾ പുറം ഭാഗം കുറച്ച് കട്ടിയിൽ നല്ല സോഫ്റ്റായിട്ടല്ലേ ഉണ്ടാവുക. അത് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. ശരിക്കും ആ ഒരു ടേസ്റ്റിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫർസൂസ് റെസിപ്പീസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ വരും, വീഡിയോസൊന്നും മിസ്സാവില്ല. ആദ്യം നമുക്ക് സുഖിയനിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും കേട്ടോ, കാരണം പയറിൻ്റെ മിക്സ് മധുരം ഉണ്ടാവുമല്ലോ. പിന്നെ കൂടുതൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറിപ്പോകുന്ന ആ ഒരു പ്രോബ്ലം വരും. ഇനി ഇതിലേക്ക് ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിനി കളറ് ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ സുഖിയൻ ഉണ്ടാക്കുമ്പോൾ മാവിൽ ഈസ്റ്റ് ചേർക്കാറില്ല, പക്ഷേ നമ്മളിതിനി ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പൊങ്ങി വന്നിട്ടുള്ള ആ മാവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കുമേ. ഇനി ഒരു 1/4 ടീസ്പൂൺ സോൾട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം കൂടി പോവരുതേ, മാവ് കുറച്ച് കട്ടിയിലായാലേ പയറിൽ കറക്റ്റായിട്ട് ഈ മാവ് പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ മാവിൽ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ചെറുതായി ഒന്ന് പൊങ്ങി വന്നോട്ടെ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. അടുത്തത് ഇനി ഇതിൻ്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചെറുപയർ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250ൻ്റെ കപ്പിൽ 1 കപ്പാണ്. 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുപയർ എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്ത് കുറച്ച് സോൾട്ടും കൂടെ ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ പയർ വെന്തുടഞ്ഞ് പോവരുത്. വെന്തുടഞ്ഞ് പോയാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വറവായി വരുമ്പോൾ 1 കപ്പ് നിറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറേ സമയം ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ശർക്കര ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി വേവിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പയറുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. ഈ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി പൊടിച്ച് വെച്ചതാണ്, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടിൻ്റെ പരിപാടി. ഇനി ഇതൊന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ബോൾസ് ആക്കി എടുക്കണം. അതിന് ഒന്ന് ചൂടാറണമല്ലോ. ഇപ്പോൾ ഈ ഇത്ര ചൂടോടുകൂടി തന്നെ ഇത് ബോൾസ് ആക്കി എടുത്താലേ നമ്മുടെ കൈ പൊള്ളിപ്പോവും. അതുകൊണ്ട് ഞാനിതൊന്ന് പരത്തി വെക്കുന്നുണ്ട്. ഇനി ഇഷ്ടമുള്ള വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി.
നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായി മിക്സാക്കി കൊടുക്കാം. ഈ ഒരു തിക്നെസ് തന്നെ ഉണ്ടാവാൻ ശ്രദ്ധിക്കണേ, എന്നാലേ മാവ് പയറിൽ കറക്റ്റായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. എണ്ണ നന്നായി ചൂടായിട്ട് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോകുന്ന ഒരു പ്രശ്നം വരും. എന്നിട്ടിത് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ആയി കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ ഇത് ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഫ്രൈ ആകുമ്പോൾ തന്നെ പൊങ്ങി ഉഷാറായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ചെറിയൊരു ചൂടോടുകൂടെ നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും. നാടൻ പലഹാരങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്